ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും മാസ്റ്റർ ക്ലാസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അറിയാം, KDRBയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവർക്ക് നിയമനാധികാരങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു അറിയിപ്പ് അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് നമ്മൾ നൽകിയിരിക്കുന്ന അറിയിപ്പ് എന്ന് പറയുന്നത്? അവർ അപ്പീലുമായി ബന്ധപ്പെട്ട് പോകാനുള്ള തീരുമാനം ഇന്നലത്തെ യോഗത്തിൽ എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതവർക്ക് എന്താണ് വിജയസാധ്യത ഉണ്ട്. അതായത് ഈ ഒരു കേസിൽ ഇവർ വിജയിക്കും എന്ന് തന്നെയാണ് ഇവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പീലുമായി പോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഇങ്ങനെയാണ്. നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി വന്നിട്ടുണ്ട്. അവർക്ക് തനതായി അവരുടെ മാനേജിംഗ് കമ്മിറ്റിക്ക് നിയമനങ്ങൾ നടത്താം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരിധിയിൽ അത് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് വന്നിരിക്കുന്നത്. 5 ദേവസ്വം ബോർഡ് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും നിയമനങ്ങൾ ഇനിമേലിൽ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിലായിരിക്കും എന്ന് നേരത്തെ നമ്മൾ നിയമം കൊണ്ടുവന്നു. അതായത് മന്ത്രി പറയുന്നത്, നമുക്ക് ഈ ഒരു 5 ദേവസ്വം ബോർഡിന്റെയും നിയമനാധികാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് KDRBയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതിന് ആ സമയങ്ങളിലൊക്കെ ഒരുപാട് നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്താണ് ഇങ്ങനൊരു വിഷയം വന്നത്. നോക്കാം. ആ KDRB രൂപീകരിച്ച് അതിന്റെ കീഴിലാണ് ഇപ്പൊ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ മാത്രം തനത് മാനേജിംഗ് കമ്മിറ്റിക്ക് നിയമിക്കാം എന്ന രൂപത്തിലൊരു വിധി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ ഗവൺമെൻറ്റും അപ്പീലിന് പോകുന്നുണ്ട്. അതോടൊപ്പം ദേവസ്വം ബോർഡും അപ്പീലിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗവൺമെന്റും അപ്പീലിന് പോകുന്നുണ്ട്, ദേവസ്വം ബോർഡും അപ്പീലിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടുപേരും, അതായത് സർക്കാരും അതുപോലെ തന്നെ KDRB എന്ത് ചെയ്യുന്നു, അപ്പീലുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ട് തന്നെ ഒരു വിധി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഒട്ടനവധി പേരുടെ പ്രാർത്ഥനയൊക്കെ ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ സുപ്രീം കോടതി അതിൻ്റെതായ രീതിയിൽ തന്നെ ഇത് കാണുമെന്നും, പ്രത്യേകിച്ച് ഈ ഒരു നിയമന നടപടികളുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വത്തിലെ ഷോർട്ട് ലിസ്റ്റ് വരെ 5ഓളം തസ്തികകളുടെ ഷോർട്ട് ലിസ്റ്റ് വരെ പ്രസിദ്ധീകരിച്ചതാണ്. ബാക്കിയുള്ളവ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയുമായിരുന്നു. ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വിധി വന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച തീരുമാനം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നമുക്ക് ഇതിലൊരു വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും.